അങ്ങനെ യൂസഫ് നബി അലൈഹിസ്സലാം ജയിലിലായി. ജയിലിൽ അദ്ദേഹത്തോടൊപ്പം 2 തടവുകാർ ഉണ്ടായിരുന്നു. ഒരു ദിവസം അവർ ഓരോരുത്തരും ഓരോ സ്വപ്നം കണ്ടു. ആദ്യത്തെയാൾ പറഞ്ഞു, ഞാൻ മുന്തിരിപ്പഴം പിഴിഞ്ഞ് അതിൻ്റെ പാനീയം തയ്യാറാക്കുന്നതായി കണ്ടു. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് സ്വപ്നവ്യാഖ്യാനം നടത്താൻ കഴിവുണ്ടായിരുന്ന യൂസഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു, നീ ഉടനെ തന്നെ ജയിലിൽ നിന്ന് മോചിതനാകും. നീ വീണ്ടും രാജാവിൻ്റെ സേവനത്തിലേക്ക് മടങ്ങും. മുമ്പ് ചെയ്ത ജോലി എന്താണോ അത് നീ വീണ്ടും ചെയ്യും. രണ്ടാമത്തെയാൾ പറഞ്ഞു, ഞാൻ എൻ്റെ തലയിൽ റൊട്ടി ചുമക്കുന്നതായി കണ്ടു. പക്ഷികൾ അതിൽ നിന്നും തിന്നുന്നു. യൂസഫ് നബി അലൈഹിസ്സലാം അതിൻ്റെ അർത്ഥം പറഞ്ഞു, നിനക്കുടനെ തന്നെ മരണശിക്ഷ ലഭിക്കും. പിന്നീട് പക്ഷികൾ നിന്റെ ജഡം കൊത്തി തിന്നുകയും ചെയ്യും. അത് പിന്നീട് കൃത്യമായി സംഭവിച്ചു. ഒന്നാമത്തെ മനുഷ്യൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. രണ്ടാമത്തെ മനുഷ്യനാകട്ടെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. ജയിലിൽ നിന്നും പോകുന്നതിന് മുമ്പ് യൂസഫ് നബി അലൈഹിസ്സലാം അവനോട് പറഞ്ഞു, നീ എന്നെക്കുറിച്ച് രാജാവിനോട് പറയണം. പക്ഷേ ആ മനുഷ്യൻ അത് മറന്നുപോയി. അതുകൊണ്ട് തന്നെ യൂസഫ് നബി അലൈഹിസ്സലാമിന് കുറേ വർഷങ്ങൾ കൂടി ജയിലിൽ തുടരേണ്ടി വന്നു. അങ്ങനെയിരിക്കെ